ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ശബ്ദമൊക്കെ പോയി എടുക്കട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്നലെ എന്നോട് കുണുക്കാൻ പറഞ്ഞിരുന്നത്, ഇന്നലെയല്ല കുണുക്കാൻ വീട് പണി തുടങ്ങിയ സമയത്ത് തൊട്ട് പറയാൻ തുടങ്ങിയത്, അമ്മ വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് ഒരു ദിവസം പൊതിച്ചോറ് ഉണ്ടാക്കിയിരുന്നു. കുണുക്കിന് ഭയങ്കര ഇഷ്ടമായിട്ടാ ഈ പൊതിച്ചോറ്, ചട്ടിച്ചോറ്, ഇതൊക്കെ കുണുക്കിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അങ്ങനെ ചമ്മന്തിയും ആ മുട്ടയും ആ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പോൾ അമ്മ എന്തുണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഞാൻ അരക്കിലോ അയിലും അരക്കിലോ മാന്തളമൊക്കെ മേടിച്ചിട്ട് അയില കറി വയ്ക്കാം, മാന്തൾ വറക്കി വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേക്കാൾ മുന്നേ മാന്തൾ മസാലയൊക്കെ പറ്റിയിട്ട് വെച്ചിട്ട് പോയതാട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വന്നു, അപ്പോഴത്തെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി കഴിഞ്ഞു. പിന്നെ അടുത്ത പണിക്ക് നമ്മൾ നിൽക്കുന്നതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ കുണുക്കനാണെങ്കിലോ കുണുക്കിക്കും പൊന്നുവിൻ്റെ അടുത്ത് വേണം. പക്ഷേ പൊന്നിനോട് വിളിച്ച് പറഞ്ഞിട്ട് ഒന്ന് കൊണ്ടുപോകാൻ വരെ. അപ്പം പൊന്നിൻ്റെ അവിടെ നിന്ന് പണിക്കൊരു ചേച്ചിയുള്ളതിനും അവർ പൊന്നു വന്നില്ല, ഷെബിയും കാർത്തും കൂടിയിട്ട് കുണുക്കന് ഷെബി ഒറ്റയ്ക്ക് കുണുക്കിന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ അവരോട് ഉച്ചത്തെ ഫുഡൊന്നും ഉണ്ടാക്കണ്ട, അമ്മ അവിടെ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കുക, നിങ്ങൾ ഉച്ച ഒരു എപ്പോഴാണ് ഒഴിവെന്ന് വെച്ചാൽ വന്ന് കഴിക്കാട്ടാണ്. ഓക്കെ, ഞാൻ രാവിലെ കല്ലപ്പം ഗ്രീൻ പീസുകാരൊക്കെ ഞാൻ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വെള്ളയപ്പം കൊടുത്ത ഷെബി ആ പണിക്ക് ചേച്ചിയുണ്ടല്ലോ, ആ ചേച്ചിക്കുള്ള എണ്ണക്കടി കാര്യങ്ങൾ മേടിക്കാൻ വന്നപ്പോൾ വീട്ടിലേക്ക് കുറച്ച് മേടിച്ചു തന്നിട്ട് 2 പഴംപൊരിയും പരിപ്പടിയും ഉണ്ടൊക്കെ കുറേ മേടിക്കുമ്പോൾ കുറേ മേടിച്ചിട്ട് വരും കേട്ടോ. അതിന് നമ്മുടെ ചക്കുപ്പേരിക്കുള്ള ചക്കൊക്കെ വെന്ത് സെറ്റായിട്ട് ഇന്നത്തെ രാവിലത്തെ പണി മെനക്കെടുത്തിയത് ഈ ചക്ക കേട്ടോ. അത് ഇന്ന് നന്നാക്കി ഉപ്പേരിയാക്കിയതൊക്കെ കുറച്ച് കഷ്ടപ്പാടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ചക്കുപ്പേരി ചട്ടിയിൽ ഉണ്ടാക്കാനായിട്ട് ഇപ്പം ഞാൻ കൂടുതൽ ചട്ടിയിലാണ് വെക്കണതെന്ന് വീഡിയോയിൽ പറഞ്ഞു. ചേച്ചി എങ്ങനെ ചട്ടി മയക്കാന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ അതൊരു ദിവസം ഒരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ചട്ടി പുതിയത് മേടിച്ചിട്ട് വേണം മയക്കണമെങ്കിൽ. പക്ഷേ സുഖമാണെന്നൊക്കെ തോന്നണം കേട്ടോ, പെട്ടെന്ന് കഴിയുകയും ചെയ്യും. അല്ലെങ്കിൽ പണ്ടൊക്കെ ചട്ടി ഇങ്ങനെ മയക്കാത്ത ചട്ടിയിൽ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ മയക്കിയാലും കുറച്ച് ദിവസത്തേക്കൊക്കെ പതയും. കറിയൊക്കെ ഇങ്ങനെ ഒന്ന് പതഞ്ഞിട്ട് ഒരു മണ്ണിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവും. വെള്ളത്തിൻ്റെ അംശം പെട്ടെന്ന് വലിച്ചെടുക്കുകയൊക്കെ ചെയ്യട്ടെ. പക്ഷേ സത്യം പറഞ്ഞാൽ അന്വേഷണമുള്ള കാര്യമാണ്. എത്ര വയ്യെങ്കിലും എൻ്റെ കാര്യങ്ങളും പണികളും ഈ നമ്മൾ കാണുമ്പോൾ നിസ്സാരമാണ്. നമ്മൾ വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് മണിക്കൂറത്തെ നമ്മുടെ ടൈമാണ് കേട്ടത്. അപ്പോൾ എനിക്ക് വയ്യാണ്ടാവുന്ന സമയത്തൊക്കെ അന്വേഷണൻ്റെ ഈ ഒരു ഹെൽപ്പ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് അതൊക്കെ ചെയ്യാനും കാര്യങ്ങൾക്കും പറ്റുന്നത്. എന്ത് ഞാൻ ചെയ്യുമ്പോഴും അതിനൊപ്പം എനിക്ക് എല്ലാ സാധനവും അടുപ്പിച്ച് സെറ്റ് ചെയ്ത് തരുന്നതൊക്കെ അന്വേഷണമാണ് കേട്ടോ. അപ്പോൾ ഈ ഉപ്പേരി മുളകിടാനുള്ള ഉള്ളിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി. അപ്പോൾ ആകെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഡബ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കോട്ടായി ഇടും, അതാണ് വേറൊരു പ്രശ്നം കേട്ടോ. അങ്ങനെ ചെയ്യും നമ്മളെ ഉള്ളിയും ചുവന്നുള്ളിയൊക്കെ നന്നാക്കി ഞാൻ ഉപ്പേരിയിടാൻ പോട്ടെ. അപ്പം എന്നിട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ വീണ്ടും വന്ന് അന്നേരത്തെ ലാലേട്ടൻ്റെ സിനിമയെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയുകയാണ് കേട്ടോ. അപ്പം ഇവിടെ നമ്മുടെ കുണിക്കുമ്പോഴുള്ള ബഹളം കേൾക്കാണ്ട് കുണിക്കിലെ കാർത്തുമ്മയുടെ പൊന്നു ഷെബി ഇന്നലെയൊക്കെ ഇന്ന് പുലർച്ചെ 1 മണി 1:30 ആകുമ്പോൾ പോയതാട്ടോ. അവർ എറണാകുളത്ത് വർക്കിന് ഇപ്പോൾ വാഷിംഗ് മെഷീൻ തിരിയണ ശബ്ദം കേൾക്കട്ടെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയേണ്ടി വന്നാട്ടോ. എന്താ കാര്യം? ഒരു 10 മിനിറ്റ് ആയിട്ട് കുണുക്കൻ പോയിട്ട് ഒരു 10 മിനിറ്റ് പോലും ആയിട്ട്. അതായത് കുണുക്കൻ പറഞ്ഞു പൊന്നേച്ചിയുടെ അടുത്തേക്ക് ഒന്ന് പോട്ടെ, അമ്മ കാത്തുൻ്റെ കൂടെ കളിക്കാം. അവരെപ്പോഴും വിടാം. എന്നാലും ഈ വീട്ടിൽ നിന്നൊന്നും മാറി നിൽക്കാൻ കുട്ടികൾക്ക് വെക്കേഷനല്ല, വേറെ എവിടേക്കും പോകാറില്ല. അപ്പോൾ ഞാൻ ആ പൊക്കാം. അപ്പോൾ ഷെബി അതിൽ കുണിക്കിനോണ്ടായിട്ട് കുണിക്കാല്ല അമ്മ വരില്ല, കുറച്ച് കഴിഞ്ഞ് വരില്ലാണ്ട് പോയിക്കണേട്ടാ. പൂവും വേണം, അച്ഛനമ്മേനെ വിടാനും വയ്യ. പക്ഷെ ആ ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ അവർ ഈ വീട്ടിൽ നിന്ന് പോയിട്ട്. പക്ഷേ ഈ മക്കളില്ലാത്ത വീട് എന്തിനു കൊള്ളാല്ലേ? അല്ല, നമ്മളവർ കൂടെ ഇപ്പോൾ ജീവിച്ചിട്ട് അവരില്ലാത്തൊരു നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം. എങ്ങനെയാണ് ഈ മക്കളെ ഉപേക്ഷിച്ച് പോയി സുഖിക്കാൻ പറ്റുന്നത് എനിക്കറിയില്ല. ഇങ്ങനെ കണ്ട് ഇതാക്കി പറഞ്ഞാലും കാര്യം എന്താ വെച്ചാൽ നമ്മളെ മനസ്സിൽ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഒരു മുഖത്തെ പ്രസരിപ്പ് ഇന്നെ സംബന്ധിച്ച് ഭയങ്കര അലട്ടില്ല. ഇവിടുന്ന് വീണ്ടും ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് അവര് ഞങ്ങളോട് പണിക്കുന്ന അവർ ഹാളിൽ തീയാണ്. എന്നാലും ആ ഹാളിൽ നിന്ന് ഇപ്പോൾ അവരാക്കിയിട്ട് ഞാൻ അവിടെ പോയി റൂമിൽ നിന്ന് വരുമ്പോഴേക്കും അവരില്ലാത്ത ഒരു വീടിൻ്റെ ഉള്ളുണ്ടല്ലോ, ശരിക്കും ഒരു നരകമാണ് കേട്ടോ ജീവിതത്തിന്. മക്കളില്ലായ്മ ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ നമ്മളില്ലാത്ത പോലെ ജീവിക്കും കേട്ടോ. അത് നമ്മൾ അറിയണില്ല. പക്ഷേ നമ്മൾ അവർ കൂടെ ഉണ്ടായിട്ട് അവർ കൂടെ ജീവിച്ചിട്ട് ഒരു നിമിഷം അവരില്ലാണ്ടാവുമ്പോൾ ഉണ്ടാവുന്നൊരു, അതായത് ചേച്ചിയുടെ അവിടെ പോയിക്കാണ് വെയിൽ കുറച്ച് ഇവിടെ ഇല്ലയെന്ന് പറയുമ്പോഴേ നമുക്ക് എന്തോ ഒരു ഫീലാന്ന് പറയും. എന്താ പറയുക,
വെക്കേഷൻ ഇനി കഴിയാൻ പോയി 1 മാസം കൂടിയല്ല. അത് കഴിഞ്ഞാൽ എങ്ങനെയാവൂലേ? അതിന് 4 മണിക്ക് നമ്മുടെ 4 പണികളൊക്കെ കഴിഞ്ഞ് മണിക്കല്ലേ വരുള്ളൂ. ഇത്ര നാളെ 12 ആകുമ്പോൾ വന്നിരുന്നു. ഇനിയിപ്പോൾ 4 മണി നമ്മൾ വരിക. അപ്പോഴേക്കും നമ്മുടെ പണികൾ കഴിഞ്ഞ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അവരിങ്ങനെ നോക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കാമല്ലോ. സത്യം എങ്ങനെയാണ് ഈ കുഞ്ഞു മക്കളെ കൊല്ലണവരായാലും ഉപേക്ഷിച്ച് ഒരു നേരത്തെ സുഖത്തിന് ഒരു നേരത്തെ സുഖിക്കാൻ വേണ്ടിയിട്ട് മക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് അമ്മമാർ നമിച്ചോട്ടെ നിങ്ങൾ തന്നെ. നമ്മുടെ ഭർത്താവ് നമ്മളെ നോക്കില്ല എന്നാണ് അടുത്ത അത് പറയണത്. എൻ്റെ ഭർത്താവ് ശരിയല്ല, ഭർത്താവ് നോക്കില്ല. പിന്നെ അടുത്ത സബ്ജക്റ്റ് എന്താ വെച്ചാൽ വേറൊരാളോട് പോവുക എന്നതാണ്. ചിന്തിക്കണില്ല നമ്മുടെ ഒരു നേരത്തെ സുഖത്തിന് വേണ്ടി നമ്മൾ കൈ പിടിച്ചിറക്കി വന്ന ആ മക്കളെ ആർക്ക് ഇട്ട് കൊടുത്തിട്ടാണ് പോകണമെന്ന്. പെറ്റ അമ്മയ്ക്ക് മക്കളെ സ്നേഹിക്കാൻ പറ്റില്ല, പിന്നെ ലോകത്ത് ആരാണ് ആ മക്കളെ സ്നേഹിക്കല്ലേ? സത്യം. അയ്യോ ഇവര് പോകുമ്പോണ്ടാണ് ഇപ്പോൾ പൊന്നു തന്നെ എന്നും സത്യം പൊന്നാണ്. ഞാൻ എന്നും പറയും പൊന്നുവിനെ അടുത്തേക്ക് ഞാൻ കല്യാണം കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പൊന്നു അങ്ങനെ ജീവിതത്തിലേക്ക് തന്നെ പോയി. അങ്ങനെ നമുക്ക് യൂസ് ചെയ്തു എന്തിനാട്ടാ. അല്ല എനിക്ക് എൻ്റെ മക്കളെ ദൂരെ കൊണ്ട് കല്യാണം കഴിഞ്ഞ് കൊടുത്തൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല ചേട്ടാ. ആരും പക്ഷേ നമ്മളല്ലേ കഷ്ടകാല നേരത്തെ നമുക്ക് ചതികൾ വന്ന് പെടണമല്ല. ഒരു ചതി നമ്മുടെ ലൈഫിൽ വന്നിട്ടുള്ളൂ ഞങ്ങൾക്ക്, മറ്റുള്ളവർക്കല്ല ഞങ്ങൾക്ക്. ഞാൻ എന്നും പറഞ്ഞത് ദൂരത്തേക്ക് കല്യാണം അയച്ചിട്ടില്ല മക്കളെ, ദൂരത്തേക്ക് കല്യാണം അയച്ചിട്ടില്ല, അടുത്ത് വേണം, എപ്പോഴും അടുത്ത് വേണം. എനിക്ക് അവരെ കാണാൻ പോകണം തോന്നി അപ്പോൾ പോയി കാണണം, അത്ര അടുത്തേക്ക് ഞാൻ കല്യാണം അയച്ചിടക്കണം പറഞ്ഞു. തയ്യാറെടുപ്പ് അങ്ങനത്തെ നോക്കി മയില് മുറിച്ച് പീരിയുള്ള മയില് അപ്പം എൻ്റെ പരിപാടി കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ഞാൻ അവർക്ക് എന്താ ചോദിക്കണ വെച്ചാൽ അത് ഉണ്ടാക്കി കൊടുക്കാറില്ലെങ്കിൽ പിന്നെ നമ്മളെ അച്ഛനമ്മമാരുടെ എന്താ നടക്കണല്ലേ. സത്യം പറഞ്ഞാൽ ഈ ചൂടത്ത് നിന്നിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ലൊരു കഷ്ടപ്പാടാണ്. നല്ല പൊഴുക്ക പിന്നെ ഷീറ്റ് ഇട്ട് അടക്കളയില്ല. അപ്പോൾ പിന്നെ ഇരട്ടി ചൂടാട്ടാ. എന്നാലും അവ ആഗ്രഹിച്ചതാണ് അവന് പൊതിച്ചോറ്. അപ്പം എന്തായാലും അങ്ങനെയുള്ള പൊതിച്ചോറിന് എന്നും നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോഴേക്കാൾ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ. ചക്കുപ്പേരിയാണ് ഇപ്രാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട് അല്ലേ? വെറൈറ്റി അല്ലേ ചക്ക ഉപ്പേരി. എല്ലാവരും ഉപ്പേരി വെക്കാൻ ചിലർ നാളികേരും ജീരകം ചുവന്നുകൊണ്ടൊക്കെ ചതച്ചിട്ട് നമ്മൾ കൊള്ളിയാക്കില്ല കേട്ടാ. കൂടുതലും അങ്ങനെയാണ് മീൻകറി കൂട്ടി തിന്നേച്ചത്. പക്ഷെ ഞങ്ങളുടെ അവിടെ കൂടുതലും ഞങ്ങളുടെ അവിടെ വെച്ചാൽ എൻ്റെ അമ്മ ഞാനൊക്കെ എങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ ഉപ്പേരിയിടും, മുളകിടും. അത് ഭയങ്കര ടേസ്റ്റാണ്. ഒരു നല്ലൊരു മധുരമുള്ള കട്ടൻ ചായയും ഒരു 4:30 ആകുമ്പോൾ നല്ല മധുരമുള്ള കട്ടൻ ചായ ഇടും. എന്നിട്ട് ഈ ഒരു പ്ലേറ്റ് ഉപ്പേരി കൊണ്ടുപോയിട്ടുണ്ട്. കഴിക്കാറുണ്ടല്ല മോനാ, ചിറ്റുള്ളതൊന്നും കാണില്ലല്ലോ കേട്ടോ. അങ്ങനെ കുറച്ചുള്ളി കൂടുതൽ വേണം, ഉപ്പേരിക്ക് വേണം, മീൻകറിക്ക് വേണം. ഇനി വേണ്ട കേട്ടോ. അതിന് മാത്രം നല്ലതല്ല അത് അത്ര നല്ലതല്ല. അത് വേവണില്ലേ മറ്റേതിട്ട് അത് വേണ്ടിട്ടില്ലത് ചള്ള മൂക്കാത്ത തന്നെ അല്ലല്ല. ഞാൻ രണ്ടും വ്യത്യാസമുണ്ട്. മതി വെറുതെ കൈൻ്റെ പണി തീർത്തിട്ട് എന്താ പറയുക ആവശ്യമില്ല. നമ്മൾ എടുക്കാൻ യൂസ് ചെയ്യുന്നത് മാത്രം എടുത്തിട്ട് കാര്യമുള്ളൂ. എന്നിട്ട് കുറേ നന്നാക്കി വെച്ചിട്ട് എന്താ കാര്യം? മീൻ വല്ലാത്ത ചൂടാട്ടം കൊടുക്കാൻ കുട്ടാ. എന്തായാലും ഞങ്ങളപ്പോൾ പൊതിച്ചോറിൻ്റെ പരിപാടിക്ക് പോട്ടെ കേട്ടോ. അങ്ങനെ പൊതിച്ചോറിലേക്കുള്ള ചക്ക ഉപ്പേരിക്കുള്ള ഉള്ളി ചതച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ ഉള്ളിയും കറിവേപ്പും കൂടിയിട്ട് ചതച്ചെടുത്താണ്ടല്ലോ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ഉപ്പേരി മുളകുന്ന പരിപാടിക്കാണ് കേട്ടോ. അതവിടെ കാത്തുമ്പോൾ ഓടിട്ട് കിടക്കുന്നുണ്ട്. കാത്തുമ്പോൾ ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല. ഛർദി എന്ന് പൊന്നൊക്കെ പോയതിന് ശേഷം ഭയങ്കര ഛർദി കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കാത്തുമ്പോൾ അവിടെ നടക്കുന്നുണ്ട്.
അവരെത്തിയിട്ടില്ല, 5:30 പിന്നെ ഷെബി എത്തിയിട്ടില്ല. അങ്ങനെ ഉപ്പേരി മുളകിടുമ്പോൾ ഞങ്ങൾ ചക്കുപ്പേരി ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ആദ്യം കടുക് പൊട്ടിക്കും, വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കും. അതിലേക്ക് കറിവേപ്പില, ചുവന്നുള്ളി, വെളുത്തുള്ളി 3 കൂടി ചതച്ചിട്ട് കൊടുക്കും കേട്ടോ. ചതച്ചിട്ട് ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഒരു ടേസ്റ്റ്. അതിൽ നമ്മൾ ചോറിൻ്റെ കൂടെയും ഈ ഉപ്പേരിയും മീൻകറി നാരങ്ങാച്ചാറും കൂടി കുഴച്ച് കഴിച്ചാൽ എൻ്റെ അമ്മ, ഇതൊക്കെ ഒരു പ്രത്യേക കോമ്പിനേഷനാണ്. എനിക്കതൊരു പൊന്നുനെ ഗർഭമുണ്ടായിരിക്കുമ്പോൾ കൂടുതലും ഞാൻ കഴിച്ചായിരുന്നൊരു ഫുഡ് എന്താണെന്ന് വെച്ചാൽ ജൂൺ ജൂലൈ മാസത്തിലാണ് കുഞ്ഞു പൊന്നിന് ഡെലിവറി. അപ്പോൾ ഈ സമയത്തൊക്കെ ചക്ക സീസൺ ആയതുകൊണ്ട് അപ്പോൾ എനിക്ക് ചക്ക പഴുത്തനോടല്ല ഇഷ്ടം. ഇങ്ങനെ ഉപ്പേരി വെച്ചിട്ട് രാത്രി ഒരു 8 മണിയാകുമ്പോൾ അമ്മ ഇങ്ങനെ ചക്ക ഉപ്പേരി ഉണ്ടാക്കി തരും കേട്ടോ. അതും ഈ മീൻകറി കൂട്ടി കഴിക്കാണ്ടോ ഒരു ടേസ്റ്റ് വെച്ചിട്ടുണ്ട്. ചൂട് ചോറിലേക്ക് ഈ ചക്ക ഉപ്പേരി ഇടുക, പിന്നെ കുറച്ച് മീൻചാറ് വയ്ക്കുന്നതിനകത്ത് കുഴച്ച് കഴിക്കുക. ആഹാ അന്തസ്. അപ്പോൾ അതുപോലെ അരി കഴിക്കാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചോക്കണം കേട്ടോ. അങ്ങനെ ഭയങ്കര ടേസ്റ്റ്. ചക്കുപ്പേരിയും നല്ല മീൻകറിയും നാരങ്ങച്ചാറും കൂടി കുഴച്ച് കഴിക്കുക. അങ്ങനെ നമ്മൾ കുത്തിയ മുളക് മൂത്ത് വന്നപ്പോൾ നമ്മൾ ആവശ്യാനുസരണമുള്ള എരിവ് ഇട്ട് കൊടുത്തിട്ട് ചക്കുപ്പേരിലൊക്കെ ആകുമ്പോൾ കുറച്ച് എരിവ്, ചക്കുപ്പേരിൽ കുറച്ച് എരിവ് ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്താ വെച്ചാൽ അതങ്ങനെ ചക്കുപ്പേരിൽ എരിവ് വേണം. നല്ല മധുര കട്ടച്ചായയുടെ കൂടെ കഴിക്കുമ്പോൾ അതിനെല്ലാം എരിവ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും. ഒരുപാട് വേവാനും പാടില്ല, എന്നാൽ കുറച്ച് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞ് എടുക്കും വേണം. അതാണ് ചക്കുപ്പേരിയുടെ ടേസ്റ്റ് ഇട്ടാൽ. ഇങ്ങനെ അധികം വേവാണ്ട് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ടേസ്റ്റ്. ഒന്ന് വേവ് വേണം, ഒന്ന് ഉടഞ്ഞ് പോകാനും പാടില്ല, അതൊരു കുഴച്ചിൽ വേണം. ആ ഒരു പാകമാണ് ചക്കപ്പേരിൻ്റെ ടേസ്റ്റ്. കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ചക്കപ്പേരിയൊക്കെ ഒന്ന് മസാലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഇളക്കി സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. ഈ ചക്കുപ്പേരി കടച്ചക്ക ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കാച്ചി കഴിഞ്ഞ് ആ സാധനം കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് തൂവി കൊടുക്കുക. പിന്നെ ഈ കുറച്ച് പച്ച കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പം ഉണ്ടല്ലോ ഒരു പ്രത്യേക സ്മെല്ലാട്ടോ. ഇപ്പോഴത്തെ വെളിച്ചെണ്ണയ്ക്കൊന്നും സ്മെല്ലില്ല. പണ്ടത്തെ നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ആ പച്ച വെളിച്ചെണ്ണയുടെ സ്മെല്ലാണ് ആ ഉപ്പേരിൽ മുന്തി നിൽക്കുക. ഭയങ്കര ടേസ്റ്റ് ആവും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ. അങ്ങനെ നമ്മൾ ഈ ചക്ക ഉപ്പേരി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊതിച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണെങ്കിലും തീരെ വയ്യായിരുന്നു. എന്നാലും ഇങ്ങനെ മുന്നോട്ട് ചോദിച്ചാൽ ഉണ്ടാക്കാനുള്ള വെപ്രാളം തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മീൻ കറിക്കുള്ള നാളികേരം ചെരുകിയെടുക്കുക കേട്ടോ. അയിലക്കറി ഉണ്ടാക്കാൻ വേണ്ടി നാളികേരം ചെരുകയാണ്. 10 ബഡ്ജറ്റുണ്ട് കേട്ടോ. എൻ്റെ കറിയും കാരണമൊക്കെ സെറ്റാൽ മതി. നമ്മൾ നാളികേരം അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, ഇന്ന് ഞാൻ 3 പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്നും ഒരേ ടേസ്റ്റിൽ മീൻകറി കഴിക്കണമെങ്കിലും എപ്പോഴും ഒരു വെറൈറ്റി കഴിക്കാനുള്ള ടേസ്റ്റ്. ഇങ്ങനെ വെച്ചാലും ഭയങ്കര ടേസ്റ്റ് ആയിട്ട് അയിലക്കറി. പക്ഷേ അരപ്പ് നന്നായി അരയണം. നമ്മൾ മിക്സി നന്നായി അരയുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ നാളികേരം അരച്ച് വയ്ക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നാളികേരത്തിൻ്റെ പാലെടുക്കുക. നാളികേരം പിരിന്ന് ഇങ്ങനെ മീൻകറിയിൽ കിടന്ന ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ചെയ്ത് നമ്മൾ അയിലൊക്കെ ഇട്ടു. അതിലേക്ക് നമ്മൾ അരപ്പ് ഒഴിച്ചു. അത് കലക്കി വെള്ളമൊക്കെ കുറച്ച് ഒഴിച്ച് നമ്മൾ എന്താണ് കറിക്ക് വെള്ളത്തിൻ്റെ പാകം വെച്ചാൽ ആ പാകത്തിലുള്ള ഇട്ടു. കറിവേപ്പില ഇട്ടു, തക്കാളി അരിഞ്ഞതിട്ടു. ഇനി നമ്മൾ ഒരു 3-4 കുഞ്ഞു കുടംപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ പച്ചമുളക് ഒരു 3-4 പച്ചമുളക് ചീന്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് എരിവ് കുറവാണ് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ആ പച്ചമുളക് ഒന്ന് തിരുമ്പി കൊടുത്തു കഴിഞ്ഞാൽ ആ ചോറുണ്ട് വേറൊരു ടേസ്റ്റ് ആട്ടോ. അതിൽ 3-4 പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളൊരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും ഒരു 3-4 ചുവന്നുള്ളിയും ചതച്ചിട്ട് കൊടുത്തിടുക. അങ്ങനെ നമ്മുടെ മീൻകറി സെറ്റ്. ഇനി ഇത് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി ആയിട്ട് എത്ര പെട്ടെന്നാണ് നമ്മുടെ മീൻകറി ആയത്. പക്ഷേ ഭയങ്കര ടേസ്റ്റ്. കുറേ വണക്കി ഇളക്കി കുറേ ടൈം കളയാനേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ ഒരു മീൻകറി. ഇഡ്ലിക്ക് പൊതിച്ചോറ് നോക്കിയപ്പോൾ പൊതിച്ചോറില്ല കേട്ടോ. നമ്മൾ പ്ലേറ്റിലാണ് ചോറ്. വേറെ കുറച്ച് നേരത്തേക്ക് എനിക്ക് വയ്യാണ്ടായി. പെട്ടെന്ന് എനിക്കും വയ്യാണ്ടായി, അനിയനും വയ്യാണ്ടായി. അപ്പം ഞാൻ കുണക്കനോട് പറഞ്ഞു നാളെ ഉണ്ടാക്കിയാൽ അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഇന്ന് പൊതിച്ചോറിന് ഞങ്ങൾ തെന്നിമാറി ചോറും ചക്കുപ്പേരിയും പുളിശ്ശേരിയും മാന്തൽ വറുത്തതും അയിലക്കറി കേട്ടോ. അച്ചാറാണ് അങ്ങനെ ഉണ്ണുകളൊക്കെ പോയതിൻ്റെ ശേഷം എനിക്ക് വയ്യാണ്ടായി. പെട്ടെന്ന് എന്താണെന്നല്ല തീരെ വയ്യാണ്ടായി. കാലൊക്കെ ഭയങ്കര എനിക്ക് അടുക്കളയിൽ നിൽക്കാൻ പറ്റാത്ത എന്തെങ്കിലും ക്ഷീണവും തളർച്ചയൊക്കെ വന്നു കേട്ടോ. അങ്ങനെ ഞാൻ 2-3 മണിക്കൂർ ഉറങ്ങിയിട്ട് ഇന്നലെ പുലർച്ചെ 3 മണിയാകുമ്പോൾ അനിയേട്ടൻ എണീച്ചത്. അനിയേട്ടൻ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ച് എണീച്ച് കഴിഞ്ഞാൽ അപ്പം എന്നെ വിളിച്ചെൽപ്പിച്ച് ഞാൻ പറയാം അനിയേട്ടൻ ഞാനെങ്കിലും ഒന്ന് ഉറങ്ങട്ടെന്ന്, എന്തിനാന്ന് എന്നെ ഏൽപ്പിച്ച് ടെൻഷൻ എടുപ്പിക്കുന്നതായിട്ട്. അപ്പോൾ അങ്ങനെ പുലർച്ചെ 3 മണിക്ക് എണീച്ചാലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഇട്ടാണ്. അപ്പോൾ ഞാൻ ആകെ കുറച്ച് ചോറ് എടുത്ത് തന്നിട്ട് 2 ചട്ടക്ക ചോറും കുറച്ച് ചക്കുപ്പേരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനിടെ ഒരു ഉരുള കൊണ്ടുവന്നിട്ട് നിർബന്ധിച്ച് തരണം കേട്ടോ, വേറെ ഒന്നുമല്ല.
അപ്പോൾ അതിനെ ചക്കക്കുരു കണ്ടപ്പോൾ ഞാൻ കൈയിട്ടെടുത്തതാണ്. അങ്ങനെ ചോറുണ്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ കുണുക്കിനെ വിളിച്ചപ്പോൾ അമ്മ പൊതിച്ചോറില്ലേ എന്നുള്ളൊരു ചോദ്യം. ഞാൻ വിചാരിച്ചു അവർ പൊന്നിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊതിച്ചോറ്. അപ്പോൾ ഇതിൽ കുഴപ്പമില്ല അമ്മ. അപ്പോൾ അവരുടെ അഭിപ്രായമായിരിക്കും പൊന്നു പറഞ്ഞത്. അല്ല കേട്ടോ, അവരിപ്പോഴാണ് അറിയണത് അമ്മ പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ടില്ലെന്ന്. ആ ചോറുണ്ടോടന്ന് എണിച്ചു. അങ്ങനെ വന്നു. ഇതേ 2 കോഴിമുട്ട എടുത്തു, തട്ടുടച്ചു, ഒരു സബോളയൊക്കെ എടുത്ത് കൊത്തിയരിഞ്ഞ് നമ്മൾ ഓംപ്ലേറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാട്ടോ. എന്തായാലും നമ്മളിതിൽ ഏതൊരു ഡയലോഗ് പറയല്ലേ, പിള്ളേരുടെ ആഗ്രഹമല്ലേ, അത് അവർ ചോദിക്കുമ്പോൾ സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ സാധിപ്പിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ വിചാരിച്ചു ഒരുപാട് ആർഭാടങ്ങളൊന്നുമില്ലെങ്കിലും ചെറിയ നിലയ്ക്ക് ഒരു ചെറിയ പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കുക. അവർ ആഗ്രഹിച്ചതല്ലേ വിചാരിച്ചോട്ടെ. എനിക്ക് വയ്യാത്ത നാളെ നല്ല നിലയ്ക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ച്. പക്ഷേ അവർക്ക് പെട്ടെന്ന് കഴിക്കാൻ ഓരോരുത്തർക്കും ഓരോ സമയമല്ല ആഗ്രഹം തോന്നുന്നത്. അപ്പോൾ ശരി എന്ന് വെച്ച് ഞാൻ ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുഞ്ഞ് ചട്ട വെച്ചിട്ടുണ്ട്. അതിലെന്ന് വെച്ചാൽ കുണുക്കിയും കാർച്ചൊരു 3 പൊതിച്ചോറ് ഉണ്ടാക്കാം. പിന്നെ അതുപോലെ പൊന്നൂനും സെറ്റാവും എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കാനാണ് കേട്ടോ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഈ ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവരത് കഴിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെ നമ്മൾ ഈ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പുറത്ത് നമ്മൾ ഇല വാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൊതിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്വേട്ടം പോയിട്ട് വേഗം ഇലയൊക്കെ മുറിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു ഒരു 3 ഇല മുറിച്ചുകൊണ്ട് പോയാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് മുട്ട ഒഴിച്ച് നമ്മൾ അതും ഓംപ്ലേറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ അന്വേട്ടയ്ക്ക് അപ്പുറത്ത് നാളികേരം ചെരുകിയിട്ട് ഞാൻ പറഞ്ഞു അന്വേട്ട കുറച്ച് നാളികേരം ചെരുകിയൊരു ചമ്മന്തി ഉണ്ടാക്കാൻ. പൊതിച്ചോറിന് എന്തൊക്കെ ഉണ്ടെങ്കിലും ചമ്മന്തി വേണം. ചമ്മന്തി ഇല്ലെങ്കിൽ ചോറിന് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ പൊതിച്ചോറിലേക്കുള്ള ചമ്മന്തിയാണ് കേട്ടോ. ചമ്മന്തിക്കുള്ള നാളികേരമാണ് അതിനായിട്ട് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളിത് മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ട കരിയുണ്ടെന്ന് വെച്ചാൽ ഞാൻ എടുത്തുകൊണ്ട് പോയിട്ട് മറിച്ചിടാൻ ചട്ടക എടുത്തുകൊണ്ട് മറിച്ചിട്ട് വിട്ടു. അങ്ങനെ നമ്മൾ അതിനായിട്ട് നാളികേരമൊക്കെ ചെരിക്കുന്നു. സിമ്പിളായിട്ട് ചമ്മന്തി ഇട്ടാൽ കുറച്ച് പുളി ഇട്ടു. സത്യം പറഞ്ഞാൽ ചുവന്നുള്ളി നന്നാക്കാൻ ടൈം ഇല്ലാത്തവരെ ഒരു പകുതി സബോള നമ്മുടെ ഓംപ്ലേറ്റിന് എടുത്തേണ്ട ഒരു പകുതി സബോള അവിടെ ഇരുന്നിരുന്നു കേട്ടോ. അതും ഇട്ടു, കറിവേപ്പില ഇട്ടു, കല്ലുപ്പ് ഇട്ടു, പുളി ഇട്ടു കേട്ടോ. എന്നിട്ടാണ് ചമ്മന്തി. പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അതായത് നാളികേരം, ഒരു പകുതി സബോള, മുളകും പൊടി, പുളി, ചുവന്നുള്ളി, കറിവേപ്പില, ഉപ്പ്, ഇത് മാത്രം ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തോളൂ. പക്ഷേ അതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചമ്മന്തിക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അതിൻ്റെ ഇടയിൽ കോഴിമുട്ട ഇതാക്കണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. അവരിപ്പോൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിളിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു അമ്മ ഞങ്ങൾ ഇറങ്ങുകയാണ്, ഇപ്പോൾ വരികയാണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ചടപടാന്ന് വെച്ചിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ വരുമ്പോഴേക്ക് പൊതിച്ചോറൊന്ന് പൊതിഞ്ഞൊന്ന് സെറ്റാവണ്ടേ, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വെപ്രാളം അടിക്കുന്നത്. അവർക്കാണെങ്കിൽ പൊന്നൂന് നമ്മുടെ വീട്ടിലേക്ക് ഒരു 2-3 കിലോമീറ്ററിൻ്റെ ദൂരം, 2 കിലോമീറ്റർ ദൂരം ഉള്ളൂ കേട്ടോ. അപ്പോൾ അവർ സത്യം പറഞ്ഞാൽ പൊതിച്ചാറൊക്കെ ഉണ്ടാക്കി കണ്ടപ്പോൾ കഴിക്കാൻ നമുക്കൊരു ആഗ്രഹം തോന്നിയില്ല. പക്ഷെ നമ്മുടെ ഫുഡടി കഴിഞ്ഞില്ല, ഇന്നത്തെ ഫുഡടി കഴിഞ്ഞു, ഒരു നേരമല്ലേ ഉള്ളൂ. അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ പൊതിച്ചോറ് ഞാൻ പേപ്പറൊന്നും എടുത്തില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് കൊണ്ടുപോകാനൊന്നുമല്ലല്ലോ, വീട്ടിലിരുന്ന് കഴിക്കാനല്ലേ വെച്ചിട്ട് ഞാൻ പിന്നെ പേപ്പറോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. അങ്ങനെ ഒരു പ്ലേറ്റുള്ളിലേക്ക് ഇല ഇറക്കി വെച്ചു, ഈ ചോറിട്ടു. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു മുട്ട ഓംപ്ലേറ്റിൻ്റെ ഒരു പീസ്, ഒരു മുട്ട ഓംപ്ലേറ്റ് വെച്ചു, ചമ്മന്തി വെച്ചു. പിന്നെ നമ്മളിത് എനിക്ക് ഇത് കണ്ട വേറെ അടുത്ത പൊതി കേട്ടോ. മറ്റേ പൊതിയുമ്പോൾ എന്തോ ഒരു കാര്യത്തിൽ ക്യാമറ ഓഫായി പോയി. അപ്പോൾ ഈ അടുത്ത പൊതിയാണ്, ഒരു പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ചമ്മന്തി എനിക്ക് കൈമിളങ്ങി എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അപ്പം കഴുകണം കേട്ടോ. അതെന്തൊരു എനിക്ക് എപ്പോഴും കൈ കഴുകിക്കൊണ്ടേയിരിക്കണം. പിന്നെ ഈ നല്ല മാന്തൽ വറുത്തിട്ട് നല്ല വലിയ ദശയുള്ള മാന്തലായിരുന്നു കേട്ടോ. ഉണ്ണകൾക്കൊക്കെ കഴിക്കാൻ സുഖമാണ്. വലിയ ദശയുള്ള മാന്തലായിരുന്നു കേട്ടോ. അങ്ങനെ ഈ മാന്തൽ വെച്ചു, ഒരു മുട്ട ഓംപ്ലേറ്റ് വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് ഒരു കഷ്ണം അയില കറി വെച്ചിട്ടോ. എന്താ വെച്ചാൽ അയിലക്കറിയും ചോറിലേക്കാകുമ്പോൾ ഭയങ്കരമായിട്ട് കുറച്ച് ഒഴിക്കണമല്ലോ കേട്ടോ. എന്താ വെച്ചാൽ ഉണ്ണകൾക്കുള്ളതല്ലേ. അപ്പോൾ എല്ലാ കാര്യം കൂടി ആകുമ്പോൾ എരിവ് കൂടണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇഞ്ചിപ്പുളി നമ്മുടെ വിഷുവിനുണ്ടാക്കിയ ഇഞ്ചിപ്പുളി ഉണ്ടായിരുന്നു കേട്ടോ. അതും പൊതിച്ചോറിനൊരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ. അങ്ങനെ ഇഞ്ചിപ്പുളി ഇട്ടു. പിന്നെ നമ്മളടുത്തത് ഇടാൻ പോണത് ഉപ്പേരി ഉണ്ട്. പിന്നെ എന്താണ് അതെ ചക്ക ഉപ്പേരി ഇട്ട് കൊടുത്തു. പിന്നെ എന്താണ് അതെ പുളിശ്ശേരി ഉണ്ടായിരുന്നു കേട്ടോ. പുളിശ്ശേരി ഒഴിച്ചു കൊടുത്തു. പിന്നെ നാരങ്ങച്ചാറ് ഒരു തരി ഇട്ട നാരങ്ങച്ചാറ് ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞു. അപ്പം അതിൻ്റെ അടിയിലൊരു തരി ഉള്ളത് ഞാൻ വെച്ച് കൊടുക്കട്ടെ. എന്താ വെച്ചാൽ പൊതിച്ചോറിൽ അച്ചാറുണ്ടെങ്കിൽ
ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അച്ചാറിൻ്റെ ഡപ്പ തുടച്ച് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ട തുണ്ടാണല്ലോ നിങ്ങൾ നോക്കുമ്പോൾ കണ്ടന്നെ കണ്ട, ഞാനതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ടീസ്പൂൺ എടുത്തിട്ട് നോക്കിയപ്പോൾ ഒരു തരി കെട്ടിയിട്ട് അത് ഇട്ട് കൊടുത്തു. പിന്നെ അതും പൊതിഞ്ഞ് വെച്ചു കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ പൊതിച്ചോറേ. അടുത്തത് ഷെബിക്കും കാർത്തൂനും കൂടി കഴിച്ചോട്ടെ വെച്ചിട്ടാണ് ഞാനിത് പൊതിയുന്നത്. കാർത്തൂനാണെങ്കിൽ ഇത്ര ആവശ്യമില്ല, അപ്പോൾ ഷെബി കാർത്തു ഇതൊന്ന് കഴിക്കും, പൊന്നൂന് കഴിക്കാൻ കൊടുക്കേണ്ടതും കുടിക്കേണ്ടതും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ആ ചമ്മന്തി എല്ലാം തുടച്ച് ഞാൻ ആക്കിയിട്ട്, എന്താ വെച്ചാൽ ഷെബിക്കാണ് ചമ്മന്തി കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ ആ ചമ്മന്തി ഫുള്ളും ആ ഷെബിക്ക് തുടച്ചങ്ങോട്ടാക്കി. പിന്നെ ഇത് അതിലും ഒരു വാൽ കഷ്ണം, ടൈലയുടെ ഒരു വാൽ കഷ്ണം, കുറച്ച് ഗ്രേവി കൂടുതൽ വെച്ചുട്ടോ. പുളിശ്ശേരി, അച്ചാറ്, പുളിയിഞ്ചി, പിന്നെ നമ്മുടെ സ്പെഷ്യൽ ചക്ക ഉപ്പേരി ഒക്കെ ആയപ്പോൾ അതും പൊതിഞ്ഞ് സെറ്റായിട്ട് അങ്ങനെ 3 പൊതിച്ചോറ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞപ്പോഴും ഞാനിവിടെ അടക്കളയൊക്കെ ഒതുക്കി സെറ്റ് ചെയ്തിട്ട് അപ്പോഴേക്കും അന്വേട്ടം വന്നു കേട്ടോ. എന്നെ വല്ലേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും അടുക്കള ആകെ വലിച്ച് വാരിട്ടോണ്ടാവും. അപ്പോൾ ക്ലീനാക്കി പിന്നെ ഇരട്ടി പണിയാണ്. അപ്പോൾ നമ്മുടെ അന്വേട്ടനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അടുക്കള ക്ലീനാക്കി. അപ്പോൾ ഈ നേരത്തോട് കൂടിയിട്ടാണ് അന്നത്തെ വേസ്റ്റ് കളഞ്ഞിട്ട് തന്നെ പാത്രം കഴുകിയിട്ട് വെച്ചാട്ടോ. അന്നത്തെ വേസ്റ്റ് ഈ സമയത്തോട് കൂടിയിട്ട് തന്നെ കൊണ്ട് കളയാട്ടോ. അപ്പോൾ വേസ്റ്റ് കളഞ്ഞ് വന്നപ്പോൾ ഈ തൊട്ടിയിൽ കുറച്ച് പാത്രമായപ്പോൾ അത് കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞേട്ടാ അതവിടെ വെച്ചോ, ഞാൻ കഴിക്കോളാം. വേണ്ട ഞാൻ കഴിക്കോളൂ കേട്ടോ. അപ്പോൾ പിന്നെ നാളികേരം ചെരികയിൽ ഞാൻ ഫുള്ളും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് നാളികേരം ബാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറിയ കപ്പലാക്കി ഞാൻ ഫ്രീസറിൽ വെച്ചു. അങ്ങനെ നമ്മൾ ഓംലേറ്റിൻ്റെയൊക്കെ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചൊക്കെ വെച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ളൂ. അവരെ കാണാനില്ല, അവർ എന്നെ കാണില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വീട് അടിച്ചുടച്ചിടാം. എനിക്ക് തീരെ വയ്യാത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ രാവിലത്തോടുകൂടി അടിച്ചുടക്കണമാണ്. പക്ഷേ ഞാൻ പറയാം തീരെ വയ്യാണ്ടായി. പിന്നെ ഒരു ഒന്ന് ഉറങ്ങിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഉഷാർ വന്നപ്പോൾ അടിച്ചുടക്കി ഉഷാർ എന്ന് വെച്ചാൽ വയ്യ, തീരെ വയ്യ. സത്യം ഭയങ്കര കാലുവേദന, എപ്പോഴും എന്നോട് അമർത്തിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര കാലിൻ്റെ മുട്ടും കാലിൻ്റെ മസിനൊക്കെ ഭയങ്കര വേദന. എന്താ കാര്യം എന്നറിയില്ല കേട്ടോ. കാല് മാത്രമേ ശരീരം മൊത്തം വേദനയാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും അടിച്ച് ഒരു ക്ലീനാക്കിയിട്ട് ഇരിക്കട്ടെ. എന്താ വെച്ചാൽ ഇവിടെ കൂടെ അടിച്ച് വലിയ ഉന്നോട് ചവിട്ടി അങ്ങോട്ട് അകത്തേക്ക് കയറി. പക്ഷേ ഇങ്ങനെ കട്ടൊക്കെ ഇട്ടോട് കൂടിയിട്ട് ഭയങ്കര സമാധാനമായിട്ട് ഞാൻ അപ്പോൾ അവിടെ അടിച്ചൊരു തുടയ്ക്കുക ചെയ്യുക. മിറ്റം അടിച്ചൊരു ഇട്ടിട്ട് വേറൊരു തുണീൻ്റെ അതുകൊണ്ട് തുടയ്ക്കും കേട്ടോ. അങ്ങനെ ഇന്ന് തുടയ്ക്കാൻ നിന്നിട്ടുണ്ട്. ഇന്ന് അടിച്ചിട്ടുള്ളൂ. എൻ്റെ ഇന്നലെ ഞാൻ തുടച്ച സ്ഥലമാട്ടോ. അങ്ങനെ നമ്മളിത് നമ്മുടെ ഹാളൊക്കെ തുടയ്ക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ എത്തിയിട്ട് ഇവരെത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ സ്പീഡാക്കിയിട്ട് എന്താ വെച്ചാൽ ഇവർ വെള്ളം നനവിൽ ചവിട്ടി വീണാലും ഒന്ന് പേടിച്ചിട്ട് വേഗം തുടച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഈ കുണിക്കുമ്പോൾ കഴിക്കാൻ വന്നിരുന്നിട്ട് കുറച്ച് നേരമായിട്ട് വിളിച്ചിട്ട് മറ്റുള്ളവർ വരെ കാര്യങ്ങൾ അങ്ങനെ ചോദിക്കണമായിട്ട് ഇപ്പാട് തിന്നുന്നുള്ളതെന്നായിരിക്കും ഇവർ ചോദ്യത്തിനുള്ള കേട്ടോ. കുണിക്കുമ്പോൾക്ക് പിന്നെ ഇങ്ങനത്തെ നാടൻ ഫുഡും കാര്യങ്ങളും കണ്ട കുണിക്കുമ്പോൾ ഫെസ്റ്റ് വന്നിരിക്കും കേട്ടോ. അങ്ങനെ കുണിക്കുമ്പോൾ വന്ന് ഇപ്പോൾ കുണുക്കന് വന്നു കേട്ടോ. അപ്പോൾ അവർക്ക് പൊതിച്ചോറ് ഞാൻ തുറന്നു കൊടുക്കട്ടെ. ഞാൻ ഇത് പൊതിഞ്ഞിട്ടേക്ക് ഒരു 1.5-3 മണിക്കൂറായപ്പോഴേ ആ കറിയൊക്കെ വന്ന് സെറ്റായിട്ട് ആ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന സ്മെല്ലുണ്ടല്ലോ, ആ വാട്ടിയലയുടെ ഒരു മണവും അത് ഭയങ്കര ഒരു ഫീലാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ ഇങ്ങനെ അമ്മ പൊതിച്ചോറൊക്കെ തന്നിട്ട് അന്നത്തെ ദിവസമൊക്കെ ഉണ്ടാവുക അല്ലേ. നമ്മളിങ്ങനെ സ്കൂളിലേക്ക് ടൂറൊക്കെ പോകുമ്പോഴാണ് പൊതിച്ചോറ് അങ്ങനെ അത് കഴിക്കുന്നത് കണ്ട് ആസ്വദിച്ചിട്ടായിട്ട് ഞാൻ സത്യം പറഞ്ഞ് കഴിച്ചു. ഞങ്ങൾക്ക് മതിയായിരുന്നു. ഞാൻ വയ്യാത്ത കാരണം ഞാൻ അപ്പം ഉണ്ടാക്കാൻ ഞാനതിൽ വലിയ വാശി പിടിച്ചപ്പോൾ വേഗം ഉണ്ടാക്കി ചെയ്തു. അങ്ങനെ നമ്മളെല്ലാവരും കേട്ടോ ഫുഡ് കഴിക്കണം. അപ്പോൾ ഞങ്ങളുടെ ഫുഡ് ഇന്നത്തെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇവിടെ പൊന്നും ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ആ നേരം കഴിക്കാൻ പോയ നേരം ഞാൻ ഒന്നും പറ്റും മേര് നനച്ചുട്ടാ. പെട്ടെന്ന് ഒരു 3-4 സെക്കൻഡോട് മേര് നനച്ച് വരുമ്പോൾ പൊന്നു വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പൊന്നു വന്ന ശേഷം കാർത്തൂന് പാല് കൊടുക്കാൻ കിടത്തി, അതാണ് ഉണ്ടായത്. അപ്പോൾ ഷെബിയോട് പൊതിച്ചോറ് കഴിച്ചോ കുണുക്കൻ്റെ പൊന്നു കഴിക്കാറ് വേണ്ട, നീ പൊതിച്ചോറ് കഴിച്ചോ, എനിക്ക് പ്ലേറ്റിൽ തന്നാൽ മതി തന്നോട്ടോ. അപ്പോൾ ഞാൻ ഷെബിക്കുള്ള ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ അടുക്കളയിലേക്ക്. അപ്പോൾ ഷെബിക്ക് ഒരു പ്ലേറ്റിൽ ചോറും ഉപ്പേരിയും മീൻ വറുത്തതും മീൻ കറി പുളിശ്ശേരി കൂടി കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ ആവശ്യമുള്ളത് എടുത്ത് കഴിച്ചോളെ, ഞാൻ വിളക്ക് വയ്ക്കാൻ പോവുക എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളക്ക് വയ്ക്കാൻ പോകുന്ന പരിപാടിയിലാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇന്നാൾ ആരോ പറഞ്ഞു നിങ്ങൾ വിളക്ക് വെച്ച ശേഷം തൊഴുതിട്ട് കുട്ടികളെ നാമം എത്തിക്കണം, അല്ലാണ്ട് ചായ കുടിച്ച് ശീലിപ്പിക്കല. അങ്ങനെ ഞാൻ പറഞ്ഞു നമ്മുടെ പണികളും കാര്യങ്ങളും കഴിഞ്ഞ് ഒതുങ്ങി 1 മിനിറ്റ് ഒഴിവാ സമയത്താണ് ഞങ്ങളൊന്ന് ഇരിക്കണത്. നിങ്ങൾക്കറിയില്ല രാവിലെ തുടങ്ങുന്ന പണികളാണ്. അത് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ എത്ര മണിയാവുന്നതാണ്. അപ്പം ഈ ടൈമിൻ്റെ ഉള്ളിൽ ഇതൊക്കെ എൻ്റെ സമയങ്ങൾ കഴിഞ്ഞ് കിട്ടണം.
അപ്പം നാമം എത്തിക്കാന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളല്ലോ. അപ്പോൾ നമ്മൾ നാമം എത്തിക്കാറൊന്നുമില്ല. നമ്മൾ വിളക്ക് വയ്ക്കും, ആരൊക്കെയാണ് ഉള്ളത് വെച്ചാൽ കുളിച്ചതിനായിട്ട് കുളിച്ചെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കും അങ്ങനെ. അപ്പോൾ ദേ ഞാൻ വിളക്ക് വയ്ക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാർത്തുമ്മ വന്നിട്ട് കാർത്തുമ്മയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഞാൻ അടുക്കളയിൽ പണിയെടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒക്കത്ത് കയറണം കേട്ടോ. അപ്പോൾ ഇന്നാൾ ഞാൻ ചായ ഉണ്ടാക്കുന്ന ഒരു ഷോർട്ട്സ് ഇട്ടപ്പോൾ അതിൽ കമൻറ്റ് നിന്ന് ഇത്ര ആക്ഷനൊക്കെ വേണോ ചായ ഉണ്ടാക്കുന്നത്. ചായക്കല്ല ഞാൻ ആക്ഷൻ ഇട്ടത് കേട്ടോ. കാർത്തുമ്മ അവിടേക്ക് നടന്നപ്പോൾ കാർത്തുമ്മോടാണ് ഞാൻ ഫേസ് കൊണ്ട് ആക്ഷൻ കാണിച്ചത്. അങ്ങനെ ഞാൻ വിളക്ക് വെച്ചു. അതിന് ശേഷം ഞാൻ ഉപ്പ പുറത്തോട്ട് കുന്തിരിക്കത്തിൻ്റെ അകത്ത് ഞാൻ ചന്ദനത്തിൻ്റെ തിരി കത്തിച്ചേക്കൂട്ടോ. ചന്ദനത്തിരി നല്ല സ്മെല്ലുള്ള ചന്ദനത്തിരി കത്തിച്ചേക്കും. പുറത്തേക്ക് ഞാൻ കുന്തിരിക്കത്തിൻ്റെ ചന്ദനത്തിരി ഇട്ടിട്ടോ, അത് പുറത്ത് കത്തിച്ചേക്കൂട്ടോ. അപ്പോൾ അതാണ് കൊണ്ടുപോയത്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. കാത്തുമ്മിക്ക് ഒരു ശീലക്കേട് ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ തൊട്ടന്നെ. അപ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ അതിനേട്ടൻ പറഞ്ഞോട്ടാ കാർത്തൂന് എന്താ ഒരു വയ്യായ വരുന്ന ആൾക്ക് എന്തൊരു സുഖക്കുറവുണ്ട് അച്ചാച്ച പാട്ട് പാടി കൊടുക്കണം. ഞാൻ അങ്ങനെ തോളത്തിട്ട് ആട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ പൊന്നു ഷെബി വർക്കിന് പോയിട്ട് ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും കാർത്തൊരു 2-3 പ്രാവശ്യം ഛർദ്ദിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് രാത്രി. അങ്ങനെ നമ്മളതേ കാത്തുമ്മേനൊന്ന് സൈഡാക്കിയതിന് ശേഷം കുറച്ച് കട്ടൻ ചായ എല്ലാവരും ചോറുണ്ടിട്ട് 1-1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് കേട്ടോ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കി. നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വിളക്ക് വെച്ച ശേഷമാണ് ചായ കുടിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവും. പക്ഷേ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അത് സെറ്റ് ചെയ്ത് വെക്കണതല്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞു ഷെബി രാവിലെ എണ്ണ പലഹാരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പഴംപൊരി, 2 ഉണ്ട, 2 പരിപ്പുവട കേട്ടോ. കുണുക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപ്പട രാവിലെ ഷെബി കൊടുത്തിട്ട് അത് കൂട്ടി ചായ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പിള്ളേർക്കുള്ള ചായയിലേക്ക് പഞ്ചസാര കപ്പിലിട്ട് വെച്ചിട്ടോ. അപ്പോൾ ചായ തിളച്ച ശേഷം എനിക്കും എൻ്റെ ഏട്ടനും ഓരോ ഗ്ലാസ് ഞാൻ വിത്തൗട്ട് എടുത്തേക്കും. പിള്ളേർക്കുള്ളത് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ആറ്റും കേട്ടോ. എന്നിട്ട് നമ്മൾ അവർക്കുള്ളത് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കും. എന്താ വെച്ചാൽ ചായ തിളച്ചത് ഒഴിച്ചാലും ഇവരോടൊക്കെ ചായ കുടിക്കാൻ വായോ എന്നൊരു 100 പ്രാവശ്യം വിളിച്ചാലും വരണം കേട്ടോ. അപ്പോഴേക്കും ചായ നമുക്ക് കുടിക്കാനുള്ള പാകം ചൂടാവട്ടെ. പിന്നെ കാർത്തുമൊക്കെയുള്ള കാര്യം ചൂടൊന്നും ആറ്റിയതിന് ശേഷം നമുക്ക് കൊണ്ടുവയ്ക്കാനും പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ കാർത്തുമ്മേനെ കാണിക്കാത്ത വേറെ ഒന്നുമല്ലാട്ട് ചില സമയത്ത് നമുക്ക് കോപ്പറേറ്റ് അടിക്കും. കാർത്തുമ്മ പാമ്പേഴ്സ് മാത്രം ഇട്ടിട്ടുള്ളൂ അതാണ് കേട്ടോ. അപ്പോൾ കാർത്തുമ്മയ്ക്ക് ഒരു സുഖമില്ലായ്മ ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. അപ്പോൾ കാർത്തുമ്മോട് ഒരു ഉമ്മയൊക്കെ വെച്ചപ്പോൾ തന്നില്ല കേട്ടോ. അപ്പോൾ കാർത്തുമ്മനെ ചെറുപ്പിക്കാൻ വേണ്ടി ഞങ്ങളൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് കളിപ്പിച്ചേട്ടോ. അങ്ങനെ ചെയ്യുന്നു. ചായയൊക്കെ ഒരു 10-15 മിനിറ്റ് അവിടെ ഇരുന്ന് ഒന്ന് ചൂടായപ്പോൾ ഞാനായിട്ടുള്ള ചായ കൊടുത്തു. അങ്ങനെ ഓരോരുത്തർ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുണുക്ക വന്നു. കുണുക്കൻ്റെ പരിപ്പാടെടുത്ത് കുണുക്ക ആദ്യം ഇരുന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് നമ്മുടെ കുണുക്കി കാത്തുമായിട്ടുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ ബർഗറിൻ്റെ ഇതൊക്കെ വെച്ചിട്ടാണ്. പിന്നെ ചായക്കുടിയൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂറൊക്കെ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം ഇന്നലത്തെ രാത്രി വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു 8:30-9 മണിയാകുമ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം മരുന്ന് മേടിക്കാണ്ടായിരുന്നു. എന്നുമായിട്ടും എനിക്കും ഗുളിക മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ ഗുളിക മേടിക്കാൻ പോയി വരുമ്പോൾ ഞാനൊരു പപ്പായ മേടിച്ചിരുന്നു ചോദിച്ചത് തന്നെയാണ്. അപ്പോൾ പപ്പായ മേടിക്കാൻ നിർത്തിയത് ഓർമ്മയുള്ള കുണുക്കൻ എനിക്ക് മൂത്രപ്പഴുപ്പ് വരുന്നുണ്ട് തോന്നുന്നുണ്ട്, ഒരു തണ്ണിമത്തങ്ങ വേണം. അപ്പോൾ ഒരു തണ്ണിമത്തങ്ങ കൊടുത്തു. എനിക്കൊരു ആപ്പിൾ വേണമായിരിക്കില്ല. അപ്പോൾ ആപ്പിൾ മേടിച്ചു കൊടുത്തു. പിന്നെ എനിക്ക് 2 മാതളം മേടിച്ചു. ഒരു 1/2 കിലോ റോബസ്റ്റ് പഴം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ തൊട്ട് ഓവർനൈറ്റ് ഓട്സ് കഴിക്കാൻ തുടങ്ങിയിട്ട് തൊട്ട് കുറേ ദിവസത്തിന് ശേഷം വീണ്ടും ഞാൻ ഡയറ്റിങ് ഞാനൊക്കെ പതുക്കെ വരുന്ന സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സ് മേടിച്ചു കൊടുത്ത് കുറച്ച് തന്നെ മേടിക്കുള്ളൂ കേട്ടോ. ചെറിയ കോട്ടയിരിക്കുള്ള ആവശ്യം തന്നെ മേടിക്കുള്ളൂ. അങ്ങനെ അത് വെച്ചു. പിന്നെ ഒരു കുഞ്ഞൊരു തണ്ണിമത്തങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അതും നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പപ്പായ ഇങ്ങനെ കളറൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പഴുത്തു എന്ന് വെച്ചിട്ട് എനിക്ക് പപ്പായ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അച്ഛനും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പപ്പായൊക്കെ. ഒരു ഫുള്ള് പപ്പായൊക്കെ ഇരുന്ന് എൻ്റെ അച്ഛൻ കഴിച്ചിരുന്നു. അപ്പോൾ അച്ഛൻ്റെ മോളല്ല, അതുകൊണ്ട് എനിക്ക് പപ്പായോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച പപ്പായ പൊട്ടായിരുന്നു, ഒരു മധുരം ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യത്തെ പഴുത്തു എന്ന് വെച്ചിട്ടാണ് ഞാൻ മേടിച്ചു. പിന്നെ എനിക്ക് ചെത്തപ്പയ്ക്ക് തോന്നി തൊലി വരാണ്ടായപ്പോൾ പഴുപ്പ് കുറവാണ്, നിറം മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞ് പീസ് എടുത്തോളാം കേട്ടോ. ബാക്കിയുള്ള പീസ് ഞാനൊരു കവർ കൊണ്ട് റോൾ ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചു. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പഴുക്കുന്നില്ലല്ലോ, അപ്പോൾ അത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ രാത്രിയിലത്തെ ഫുഡ് അടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും പറഞ്ഞു ഇനി ഫുഡ് വേണ്ടാറുണ്ട്. അപ്പോൾ ഞാൻ ചോറൊക്കെ ഞങ്ങൾ വെള്ളത്തിലിട്ടു, ആ മീൻകറിയൊക്കെ ചൂടാക്കാൻ വെച്ചു. അപ്പോൾ നമ്മൾ ഒരു നേരമായിട്ടാണ് എല്ലാവരും ഫുഡ് കഴിച്ചോളൂ. പിന്നെ ചായ കുടിക്കുമ്പോൾ എല്ലാവരും സത്യം പറഞ്ഞാൽ എന്തുണ്ടായി ഫുള്ള് കഴിക്കേണ്ടി വന്നില്ല. അപ്പോൾ സ്നാക്സ് കൊണ്ട് വെച്ചതിൻ്റെ ഉള്ളിൽ കാർത്തുമ്പോൾ ചായ തട്ടി കളയുന്നതൊക്കെ ഉണ്ടായിട്ടാണ്. എന്നിട്ട് ഇന്നലെ രാത്രി എടുത്ത് വേസ്റ്റിലിടുക ചെയ്ത്. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കട്ടെ. അപ്പോൾ ഓട്സ് 2-3 ടീസ്പൂൺ ഇട്ടു. പിന്നെ ഈ സീഡുകളില്ലേ, വിത്തുകൾ, തണ്ണിമത്തങ്ങയുടെ കുരു, മത്തങ്ങ കുരു, പിന്നെ സൂര്യകാന്തിയുടെ വിത്ത്, അതൊക്കെ ഇട്ടു. പിന്നെ ചിയ സീഡ് 2 ടീസ്പൂൺ ഇട്ടു. അപ്പോൾ അഞ്ഞുവേട്ടനും പറഞ്ഞിട്ട് ഞാൻ ഡയറ്റിങ്ങിലാണ്, എനിക്കും വേണമെന്ന് പറഞ്ഞപ്പോൾ അഞ്ഞുവേട്ടനും കൂടിയിട്ടാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു ആപ്പിളുണ്ട്, പകുതിയാണ് ഞങ്ങൾക്ക് വേണ്ട കേട്ടോ. പക്ഷേ കുണിക്കുമ്പോൾക്ക് കഴിക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ആപ്പിൾ ഫുള്ള് എടുത്തു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഒരു പകുതി ആപ്പിൾ എടുത്തു, പകുതി ഫ്രിഡ്ജിലിട്ടു കേട്ടോ.
പിന്നെ ഒന്നും കഴിക്കാത്തതിന് സത്യം പറഞ്ഞാൽ ചെറിയ വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കഷ്ണം ആപ്പിളൊക്കെ മുറിക്കണതൊക്കെ നേരെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് പകുതി ആപ്പിൾ കുടിക്കുമ്പോഴും കൊണ്ടുപോയിട്ടാ. അങ്ങനെ അടുത്തത് നമ്മൾ മാതളം പഴം നോക്കിയപ്പോൾ പഴം പാകമായിട്ടില്ല, പഴം ഒന്നും കൂടി പാകമാവേണ്ട കേട്ടോ. അപ്പോൾ ഞങ്ങൾ പഴം എടുത്തില്ല, മാതളം എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. പക്ഷേ നമുക്ക് ഈ പഴം ഉണ്ടെങ്കിൽ മാത്രം ഓവർനൈറ്റ് ഓട്സ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ വേറെ മധുരങ്ങളോ കാര്യങ്ങളോ ഒന്നും ചേർക്കണില്ല കേട്ടോ. തേൻ ചേർക്കാം കേട്ടോ, തേൻ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ്, ടേസ്റ്റാണ്. പക്ഷേ തേൻ ഭയങ്കര വിലയാണ്, ഒരു രക്ഷയില്ല, ഭയങ്കര വില വെച്ചാൽ ഭയങ്കര വിലയാണ്. അപ്പോൾ ഞാൻ തേൻ മേടിക്കൽ നിർത്തി. ഞാൻ ആദ്യമൊക്കെ 1-2 പ്രാവശ്യം ചോദിച്ചു, ചെറിയ കുപ്പിയൊക്കെ 300-400 രൂപ വേണം തേന്. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് മേടിക്കലേ നിർത്തി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, പഴമാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, ഒരു റോബസ്റ്റ് പഴം ഇട്ടാലും കുഴപ്പമില്ല. പക്ഷേ റോബസ്റ്റ് പഴുത്തിട്ടില്ല. അപ്പോൾ ഞാൻ 2-3 മാങ്ങ അവിടെ പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ മാങ്ങ നിർത്തുകൊണ്ട് വരാനായിട്ട് നമുക്കൊരു തുണ്ട് ഇട്ട് കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഡയറ്റിങ്ങിൽ മാമ്പഴം കഴിക്കാൻ പാടില്ല കേട്ടോ. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മാമ്പഴം ചെറുപ്പഴം കഴിക്കരുതെന്ന് പറഞ്ഞിട്ട്, നേന്ത്രപ്പഴം. പക്ഷേ ഈ മാമ്പഴ സീസണിൽ മാമ്പഴം കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യം. എനിക്കാണെങ്കിലോ ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകളൊന്നാണ് മാമ്പഴം, പൈനാപ്പിൾ. ഏറ്റവും ഇഷ്ടം മാമ്പഴം കേട്ടോ, മാമ്പഴം ഭയങ്കര ഇഷ്ടം. അങ്ങനെ അപ്പോൾ നമ്മൾ ഈ സീസണിലൊക്കെ മാമ്പഴം, വേറെ എല്ലാ സീസണിലും എല്ലാ ഇതും കിട്ടും, പക്ഷേ മാമ്പഴം നല്ലത് കിട്ടണമെങ്കിൽ ഈ സീസണിൽ തന്നെ വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവുമ്പുണ്ടായ മാങ്ങ അതിനായിട്ട് പൊട്ടിച്ച് പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ മാങ്ങയൊക്കെ ചെത്തി നമ്മളത് കാലത്തുമ്മേ തോന്നുന്നുണ്ട് അവിടെ ഡോർമ ഇങ്ങനെ തട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സമയം ഇപ്പോൾ 6 മണിയായിട്ട് ഇതുവരെയായിട്ട് പൊന്നു ഷെബി എത്തിയിട്ടില്ല. ഭയങ്കര ബ്ലോക്ക് അത്രയാണ് ഓർത്തുനിന്ന് വരുന്ന വഴിക്ക്. അവർ മേക്കപ്പ് കഴിഞ്ഞിട്ട് വരാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി, പക്ഷേ ബ്ലോക്കിൽ പെട്ട് എടുക്കാണ്ട് വിളിച്ചു. അങ്ങനെ നമ്മുടെ മാമ്പഴം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അതും ഒരു ചെറിയ കഷ്ണം ഞാൻ എടുത്തോളൂ കേട്ടോ. എന്താ വെച്ചാൽ മാമ്പഴം അങ്ങനെ കഴിക്കാൻ പാടില്ല, ആ ഒരൊറ്റ പീസ് മാത്രമേ ഞാൻ എടുത്തോളൂ. ബാക്കിയൊക്കെ ഉണ്ണുകൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തുവിട്ടാ. കുണുക്കനും ഇതായിട്ട് മാമ്പഴം ഭയങ്കര ഇഷ്ടം. പക്ഷേ കുണുക്ക് അവിടെ തല്ലുണ്ടാക്കി, വേറെ ഒന്നല്ല, കുണുക്കം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആപ്പിൾ മേടിച്ചത്. ഒരു 1 കിലോ ആപ്പിളാണ് മേടിച്ചത്. അപ്പോൾ കുണുക്കൻ ഞാൻ ആപ്പിൾ എടുത്തത് അവന് ഇഷ്ടമായില്ല. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് മേടിച്ച ആപ്പിളില്ല, അമ്മോട് അത് ആരെടുക്കാൻ പറഞ്ഞിട്ടാ. പക്ഷെ അത് അപ്പോഴൊന്നും പറഞ്ഞില്ല കേട്ടാ. ഉറങ്ങാൻ പോണ വരയ്ക്കും മുഖം കയറ്റി പിടിച്ച് അടി ഉണ്ടാക്കി നടന്ന് ലാസ്റ്റ്. അല്ലെങ്കിൽ മാമ്പഴമൊക്കെ ചെത്തി കഴിഞ്ഞാൽ ചാടി വീണ ആൾ കുണിക്കുകയാണെങ്കിൽ കുണുക്കൽ കൊടുക്കണ്ടല്ലോ ചെയ്ത് ഫുള്ളും കയറ്റി വീണുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള